അടിക്കാൻ പോകുന്നത് ജനനായകനാണോ പരാശക്തിയാണോ എന്നതായിരുന്നു ആദ്യത്തെ നിലനിൽക്കുന്ന ചോദ്യം. ജനനായകൻ പിന്നീട് കോടതി കയറി, പരാശക്തിക്ക് നെഗറ്റീവ് റിവ്യൂ വന്നു. പിന്നീട് ആളുകൾ കാത്തിരുന്നത് വാ വാത്തിയാർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കാർത്തിയുടെ സിനിമ, നളൻ കുമാരസ്വാമിയുടെ സിനിമ. സൂതുകാവുമൊക്കെ കണ്ടവർക്കൊക്കെ നളൻ കുമാരസ്വാമി ആരാണെന്നുള്ളത് പറയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പക്ഷേ വാ വാത്തിയാർ എന്ന സിനിമയെ പറ്റി നളൻ കുമാരസ്വാമിക്ക് പോലും വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. നളൻ തന്നെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നത് ഇത് എൻ്റെ പോലത്തെ ഒരു സിനിമയല്ല, പക്ഷേ എൻ്റെ ആരാധകരെ അങ്ങോട്ട് ഡിസാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമയായിരിക്കില്ല എന്നുള്ളത്. പക്ഷേ നളൻ അതൊരു ഹിൻഡ് മാത്രമാണ് തന്നത്. ആ സിനിമ വലിയ പരാജയമായിരുന്നു. ആദ്യമൊക്കെ റിപ്പോർട്ട്സ് ഗംഭീര പടമാണെന്ന് പറഞ്ഞാൽ വൈകുന്നേരം തൊട്ട് കാർത്തി ഏറലായി തുടങ്ങി. അങ്ങനെ വാ വാത്തിയാർ ദേ കിടക്കുന്നു താഴെ. അതോടെ പൊങ്കലെല്ലാം തമിഴ്നാട്ടുകാർക്ക് പോയി, കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പൊങ്കൽ ഈ വാ വാത്തിയാർ റിലീസ് ചെയ്ത അടുത്ത ദിവസം, അതായത് ഇന്നലെ റിലീസ് ചെയ്ത ജീവാ ചിത്രമായ തലൈവർ തമ്പി തലൈമയിൽ എന്നൊരു സിനിമ ഇറങ്ങി. ഈ സിനിമ സംവിധാനം ചെയ്തത് നിതീഷ് സഹദേവാണ്. നിതീഷ് സഹദേവ് ഫാലിമി എന്ന സിനിമയുടെ സംവിധായകനാണ്. ബേസിൽ ജോസഫ്, മഞ്ജു പിള്ള, ജഗദീഷ്, നമ്മുടെ സന്ദീപ് പ്രദീപ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഫാലിമി. എനിക്ക് തോന്നുന്നു സന്ദീപിനെ അപ്പോഴെങ്കിലും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അന്താക്ഷരിയിലൊക്കെ അഭിനയിച്ചെങ്കിൽ പോലും. അപ്പോൾ ആ ഫാലിമി വന്നു. ഫാലിമി വാസ് എ നോൺ സ്റ്റോപ്പ് കോമഡി എൻ്റർടൈനർ. ഭയങ്കര രസമായിരുന്നല്ലോ ആ സിനിമ. ആ സിനിമ തിയേറ്ററുകളിൽ തന്നെ വലിയ വിജയമായി. അപ്പം വലിയ വിജയം എന്ന് പറഞ്ഞാൽ കോടി ക്ലബ്ബുകളിൽ കയറി എന്നല്ല ഞാൻ പറയുന്നത്. ആ സിനിമ കണ്ടവർക്കാർക്കും ആ സിനിമ നിരാശ ഉണ്ടായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ ഫാലിമി വന്നു. അത് കഴിഞ്ഞ് നിതീഷ് സഹദേവ് എന്ന പേര് നമ്മൾ കേൾക്കുന്നത് മമ്മൂട്ടി സിനിമ വരുന്നു എന്നുള്ളതാണ്. അതായത് നിതീഷ്, അനുരാജ് ചേർന്നിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യുന്നു, അത് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് ഡാഡാ ജീവ നായകനാക്കിക്കൊണ്ട് തലൈവർ തമ്പി തലൈമയിൽ എന്നൊരു സിനിമ, ടി എന്നാണ് ഷോർട്ട് ഫോം, നിതീഷ് സഹദേവ് സംവിധാനം ചെയ്തു വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീവ കേരളത്തിൽ വന്നിരുന്നു, ഇതിൻ്റെ പ്രസ് മീറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. അപ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇതിൻ്റെ ടീസർ ഹിറ്റാവുന്നത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട സമയത്ത് അന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞൊരു വാചകമാണ്, കണ്ടീഷൻസേ ഫോളോ പണ്ണുകടാ എന്ന് കേട്ടിട്ടേ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞ ആ ഡയലോഗ് ഇതിൻ്റെ ടീസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടീസർ അങ്ങ് കയറി ക്ലിക്കായി. പിന്നീട് വീണ്ടും ഡൗൺ ആയി. പിന്നീട് വീണ്ടും ഒരു പ്രൊമോഷൻസ് ഒക്കെ നടത്തി. കഴിഞ്ഞ ദിവസം ഈ സിനിമ റിലീസ് ചെയ്തു. ഈ സിനിമ പോയി കണ്ടു. ഞാൻ ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ അപ്രതീക്ഷിതമായിട്ട് പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിട്ട് മാറി. ഒടുവിൽ അതൊരു പൊങ്കൽ വിന്നറായി മാറി. ജീവ പൊങ്കൽ വിന്നറാകുക എന്ന് പറയുന്നത്, ജീവ വാസ് എ ട്രേഡ് മാർക്ക്. എന്താ പറയുക, ഒരു ഘട്ടത്തിൽ ജീവയെ പോലൊരു താരം, ഒരു റൈസിങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഒരു താരമായിരുന്നു ജീവ. സ്ക്രിപ്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ സിനിമകൾ പയ്യെ വട പയ്യെ പാട്ടാവട്ടെ അല്ലെങ്കിൽ കോ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെതായ ഒരു ബെഞ്ച് മാർക്ക് സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തലൈവർ തമ്പി തലൈമയിൽ മുമ്പ് അദ്ദേഹം ചെയ്ത സിനിമ ബ്ലാക്കാണ്. ബ്ലാക്ക് വാസ് എ നൈസ് ഫിലിം. അതായത് നല്ലൊരു ത്രില്ലർ ജോണറിൽ ഇറങ്ങുന്ന ഒരു നല്ല പടമാണത്. ഒരു ലൂപ്പിൽ പെടുന്ന, ഞാൻ ആ പടം കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കായ ഒരു സിനിമയാണ് ബ്ലാക്ക്. പക്ഷേ തിയേറ്ററിൽ വലിയ വിജയം ബ്ലാക്ക് ആയില്ല. നല്ല റിപ്പോർട്ട്സ് വന്നൊന്നും പതുക്കെ കയറിപ്പോയി. കാരണം ജീവിക്ക് ആ ഒരു പഴയ സ്റ്റാർഡം ഇല്ല. അതൊരു ഫാക്റ്റാണ്, അത് ജീവിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ജീവ ഈസ് പോളിഷിങ് എന്നത് ബ്ലാക്കിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. ജീവ ചെയ്യുന്ന സിനിമകൾ, ആ സിനിമയ്ക്ക് ബ്ലാക്കിന് ശേഷം തലൈവർ തമ്പി തലൈമയിൽ വരുമ്പോൾ ബ്ലാക്കിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ജോണറാണ്. ഇതൊരു കോമഡി സിനിമയാണ്. ആ കോമഡി സിനിമ റൈറ്റ് ഓൺ ട്രാക്കാണ് എന്നത് വേണം തന്നെ പറയാം. അതിന് നിതീഷ് സഹദേവിന് കയ്യടികൾ. ഒരുപക്ഷെ മമ്മൂക്ക പ്രോജക്റ്റിൽ എന്താണ് നിതീഷ് ചെയ്യാൻ പോകുന്നത്, ഒരു മാസ് ആക്ഷൻ പടമാണെന്നൊക്കെയാണ് നിതീഷിനെ പറഞ്ഞത്. ഹ്യൂജ് എക്സ്പെക്ടേഷൻസ് ഫോർ ദാറ്റ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് മലയാളികളുണ്ട്. വിഷ്ണു വിജയാണ് ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അനുരാജ് ഓബിയാണ് ഇതിൻ്റെ കൂടെ തിരക്കഥാകൃത്ത്. അനുരാജ് തന്നെയാണ് മമ്മൂക്ക പ്രോജക്റ്റിലും കൂടെ ഉള്ളത്. അനുരാജ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അനുരാജ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ രസമുള്ളൊരു പ്രൊമൈസാണ്. അതായത് നമുക്ക് ജാനവനൊക്കെ തോന്നിപ്പോവും. ഒരിടത്ത് മരണം, ഒരിടത്ത് കല്യാണം, ഇത് രണ്ടും കൂടി ഒരു സമയത്ത് വരുന്നു. ആൻഡ് ഇത് സ്റ്റേ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട്. ഇത് പൊട്ടിച്ചിരിക്കാനുള്ള, തലകുത്തി മറിഞ്ഞ് ചിരിച്ച് ബഹളം വയ്ക്കാനുള്ള കോമഡി ഉണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് നല്ല ഹ്യൂമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളും കൂടി കുറച്ച് എഫേർട്ട് ഇട്ടുക, കുറച്ചുകൂടെ ഹ്യൂമർ ആസ്വദിക്കുക. അതായത് അവർ തരുന്ന കുറച്ച് ഹ്യൂമർ നമ്മളും കൂടി ഒന്ന് ആസ്വദിച്ച് ചിരിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ഹ്യൂമർ സിനിമയായിരിക്കും. അല്ല എന്നെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാനാണെങ്കിൽ കുറച്ചൊക്കെ ഈ സിനിമ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹ്യൂമറുണ്ട്. മോറോവർ ഇത് കുറേ ഇമോഷൻസും കൂടെ കറങ്ങിപ്പോകും. എനിക്ക് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക്സ് കാണുമ്പോൾ പോലും നല്ല ഇമോഷണൽ റൈഡാണ്. ഓരോ ക്യാരക്ടേഴ്സിനും നമ്മൾ ഇമോഷണലി കണക്റ്റ് ആയി പോകും. അത് ഭയങ്കര രസമാണ്. 1 മണിക്കൂർ 55 മിനിറ്റ് ഈ സിനിമയുടെ ദൈർഘ്യമുള്ളൂ. പെർഫെക്റ്റ് ആണ്. അതായത് ഇതിനകത്ത് ലാഗോ ഒന്നും തോന്നിപ്പിക്കാണ്ട് വളരെ ക്രിസ്പാക്കി അവർ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ജീവ ഈസ് ബാക്ക് ഓൺ ട്രാക്ക് എന്നത് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം തൊട്ട് ഇതിൻ്റെ പല റിവ്യൂസൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രിയാണ് സിനിമ കാണാൻ പറ്റിയത്. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം ഭയങ്കര രസമായിട്ട് തോന്നി. ഓരോ കഥാപാത്രങ്ങൾക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ വർക്ക്. എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഇമോഷണൽ ട്രാക്കുണ്ട്. എല്ലാ കഥാപാത്രത്തിനും, ഐ മീൻ ഇറ്റ്, എല്ലാ കഥാപാത്രങ്ങൾക്കും. ഞാൻ പറയുന്നത് പല ജൂനിയർ ആർട്ടിസ്റ്റുകളെന്ന് വിളിപ്പേരുള്ള
2-3 സീനിൽ വരുന്നവർക്ക് പോലും ആ ഒരു ഇമോഷണൽ ട്രാക്കുണ്ട്. അവർ എന്തുകൊണ്ട് അത് ചെയ്യുന്നു, വൈ എന്നുള്ളൊരു ട്രാക്കുണ്ട്. അത് കുറേ നാളായി അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട്. ഇത് ജീവയെ മാത്രം സെൻട്രിക് ചെയ്ത് പോകുന്ന സിനിമയല്ല, ഇതൊരു നായക സിനിമയല്ല. ഇതിൻ്റെ പല ആർട്ടിസ്റ്റുകൾക്കും നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന് കുറച്ചുകൂടെ ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഇത് ഇവിടെ കുറച്ചുകൂടെ കൂട്ടാമായിരുന്നല്ലോ, ഇതിനങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇത് എന്തുകൊണ്ട് ഇവരിത് അപ്ലിഫ്റ്റ് ചെയ്തില്ല, എന്തുകൊണ്ട് ഇത് ഹ്യൂമർ കൂട്ടിയില്ല എന്നൊക്കെ തോന്നിപ്പോയി. ഉറപ്പായിട്ടും അങ്ങനെ തോന്നിപ്പോയി. ബട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് ഫിലിം. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിട്ടാണ് തോന്നിയത്. ആൻഡ് അത് തന്നെയാണ് പൊങ്കൽ വിന്നർ. തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അവിടെ ഇത് പൊങ്കൽ വിന്നറാക്കി കഴിഞ്ഞിരിക്കുന്നത്. ജീവ പൊങ്കൽ വിന്നർ. അതാണ് എനിക്ക് ഭയങ്കര ഞെട്ടൽ തോന്നിയത്. ആരും ഇക്വേഷനിൽ പോലും കൂട്ടാതിരുന്ന സിനിമയായിരുന്നു ഇത്. ഈ പൊങ്കലിന് എല്ലാവരും ജനനായകൻ ഓർ പരാശക്തി, അണ്ണൻ തമ്പി പൊങ്കൽ എന്ന് ശിവകാർത്തികേയൻ പോലും പറഞ്ഞു. വേറെ സിനിമകളൊന്നും അവർ പോലും കൂട്ടിയിട്ടില്ലായിരുന്നു. വാവാത്തേര് 14-ാം തീയതി വരുമെന്നുള്ളത് പിന്നീട് അവർ തീരുമാനിച്ചതാണെങ്കിൽ പോലും അത് ദേ കിടക്കുന്നു താഴെ, അത് വീണു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തലൈവർ തമ്പി തലൈമയിൽ വരുന്നത്. അതിനിപ്പോൾ ബുക്കിങ്സ് വല്ലോണം കൂടുന്നുണ്ട്. അതാണ് ഈ പറയുന്നത്, ജീവ ഇസ് ബാക്ക്. ജീവയുടെ തിരിച്ചുവരവ് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അത് അവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഈ സിനിമ മാറി എന്നുള്ളതാണ്. ജീവൻ്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറും കൂടിയാണ്. ജീവയുടെ കഥാപാത്രത്തിൻ്റെ പേരും ജീവ എന്ന് തന്നെയാണ്. അപ്പോൾ ജീവ എന്ന് വിളിക്കുമ്പോൾ പോലും നമുക്കത് ഇങ്ങനെ പോവും. കുറേ എലമെൻറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ ട്രെയിലറിൽ തന്നെ വാടാ പയ്യെന്നൊക്കെ പാട്ട് വരുന്നുണ്ട്. അത് ഈ പടത്തിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്ന രീതി ഭയങ്കര രസമാണ്. അങ്ങനെ ഈ സിനിമ ഒരു റയറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, ഇമോഷണലായി ഹുക്ക് ചെയ്യാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. ഐ തിങ്ക് ഇഫ് നിതീഷ് ക്യാൻ ക്രാക്ക് ദാറ്റ് ഇമോഷണൽ കണക്ട് ഇൻ മമ്മൂക്ക പ്രോജക്റ്റ്, അത് ഗംഭീരമാവും. കാരണം ആ ഒരു ഇമോഷണൽ ക്രാക്ക് പിടിക്കാനുള്ള കഴിവ് നിതീഷിനുണ്ട്. അത് ഫാലിമിയിൽ നമ്മൾ കണ്ടതാണ്. അത് മമ്മൂക്ക പടത്തിലും കൂടെ വർക്കായി കഴിഞ്ഞാൽ പൊളിക്കും. ഭയങ്കര ഹ്യൂജ് എക്സ്പെക്ടേഷൻസ്. എൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ കാണുമ്പോൾ അപ്പോൾ നിതീഷിന് പണി അറിയാമല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ കമൻസ് ഉണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ കണ്ടപ്പോഴേക്കും അതിൻ്റെ അടിയിലുള്ള കമൻസാണ്, യെസ് നിതീഷ് സഹദേവിന് പണി അറിയാം, അത് അയാളിതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അയാൾ ഭയങ്കര രസമായിട്ട് ഈ സിനിമയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻ പ്ലേ അതിഗംഭീരമായ, വിഷ്വൽ ഭയങ്കര സൂപ്പറാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. വെരി ക്യൂട്ട് സ്ക്രീൻ പ്ലേ, ക്യൂട്ട് സ്ക്രീൻ പ്ലേ ആണിത്. ആ ഒരു ക്യൂട്ട്നെസ് ഉടനീളം ഈ സിനിമയിലുണ്ട്, മൊത്തത്തിലുണ്ട്. എല്ലാവരിലും ആ ഒരു 1 hour 55 minutes പലരുടെയും എല്ലാവരുടെയും ട്രാക്ക് നമുക്ക് കിട്ടും. അവരെന്തുകൊണ്ട് ചെയ്യുന്നു, വൈ ദിസ് വൈ ദാറ്റ്, ഇവരുടെയൊക്കെ റൈഡ്, ഇവരുടെയൊക്കെ ഒരു പേഴ്സണൽ സ്റ്റോറി, എല്ലാത്തിലും നമ്മൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അത് ചിലരിൽ ഒരു സീനിലായിരിക്കും അവർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ആ ഒരു സീനിൽ നമുക്ക് കിട്ടും ആ ക്യാരക്ടർ എന്താണെന്നുള്ളത്. ഞാൻ പറയുന്നത് അത് അത്രയും എന്താ സൂചിക്ക് നൂല് കോർക്കുന്നത് പോലെ അത്രയും സൂക്ഷ്മതയോടെ അവർ അത് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ് സ്ക്രീനിൽ കാണുമ്പോഴേക്കും. സോ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. പേഴ്സണലി എനിക്ക് നല്ലൊരു അനുഭവമാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവമായിരിക്കാം. ചിലർക്ക് വർക്കായിട്ടുണ്ടാവാം, ചിലർക്ക് വർക്കായിട്ടുണ്ടാവില്ല, അതൊക്കെ ഉണ്ടാവാം. ബട്ട് ഒരു ജീവയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ജീവയുടെ ഒരു കംബാക്ക് ആഗ്രഹിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കംബാക്ക് ബ്ലാക്കിലൂടെ നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് അതൊന്ന് കൂടുതൽ സ്റ്റേബിളായി എന്നുള്ളത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തലൈവർ തമ്പി തലൈമയിൽ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പൊങ്കൽ വിന്നറായിട്ട് തമിഴ്നാട്ടുകാർ തലൈവർ തമ്പി തലൈമയിൽ മാറ്റിയിട്ടുണ്ട്.